ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിന്നാർ കാണാനായിട്ട് പോകണ്ട. അവിടെ സംഭവം സെറ്റപ്പ് അടിപൊളിയാണെന്നാണ് ചേച്ചി പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പൊയ്ക്കളയാന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി പെട്ടിയും കിടക്കി എടുത്ത് നേരെ അങ്ങോട്ട് പോവുകയാണ്. എന്തിനാന്ന് അവിടെ പോയി കുളിച്ചിട്ട് വരാം. അതായത് എന്തായാലും നമ്മൾ അരുവി കാണാനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടം കാണാനാണല്ലോ പോകുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടം കാണുന്ന ഇടയ്ക്ക് എന്തായാലും നമുക്ക് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചേട്ടാം. കാരണം രണ്ടാണ്. ഒന്ന് അവിടെ നമുക്ക് പോയി ഒന്ന് ചില്ല് ചെയ്യാം. രണ്ടാമത് ഈ പോകുന്ന വഴി കാണാൻ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ നമ്മൾ പോകുന്ന വഴി ആനയൊക്കെ ഇറങ്ങുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ ഉള്ള കൂടി ഒരു ഒറ്റ പ്രശ്നവും മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഈ റോഡ് ഭയങ്കര കുഞ്ഞാണ്. അതായത് രണ്ട് വണ്ടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത്, ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പോവാം. അത്രേ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം ഒന്ന് ഒതുങ്ങി കൊടുത്താലേ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ വരെ പറ്റുള്ളൂ. അതങ്ങനത്തെ ഒരു കുഞ്ഞു കുണുസ് വഴിയാണ്. അതാണ് കൂടിയുള്ളൊരു ഒറ്റ പ്രശ്നം. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ഹെയർ പിൻ വളവുകളാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഓരോ ചുരവും നമ്മളിങ്ങനെ ഇറങ്ങി പോകണതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അത്ര അടിപൊളിയാണ്. നമ്മളെ കണ്ണിനെ ഇങ്ങനെ നമുക്ക് കണ്ണിനൊരു കുളിർമ കണക്ക് തോന്നും. എനിക്ക് തോന്നുന്നു ഈ തേയില കണ്ട് ഞാൻ മടുത്തേക്കാട്ടി കൂടുതൽ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി ഒരു ഇത് കിട്ടുന്നുണ്ട്. തേയില കണ്ട് ഞാൻ മടുത്തുപോയി. അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഈ കുന്നും മലയൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട. അതുപോലെ തന്നെ ആകാശം, എന്തൊരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആകാശം ഇങ്ങനെ ആസ്വദിച്ച സമയം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. ഇതിലും മുമ്പ് ഞാൻ ഇങ്ങനെ ഇരുന്ന ആകാശം ഇത്ര ഇതായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക്. പക്ഷെ ഇന്ന് ആ കാറിൽ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സൂപ്പർ, നല്ല എന്തോ ഒരു സ്കൈ ബ്ലൂ കളറാണ്. അത് ബ്ലൂ കളറും വൈറ്റും എല്ലാം കൂടി മിക്സായിട്ട് ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് അതും അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ കുറച്ചധികം അതും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പിന്നെ എന്നാ ചോദിക്കും, ഇപ്പോൾ ഇതിൽ എന്തോ കാണാനുണ്ട്, കുന്നും മലയല്ലേ. സത്യത്തിൽ നമ്മൾ ഈ യാത്രകൾ ഒരിക്കലും ഒരു വീഡിയോ വഴിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞു തന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതല്ല. നമ്മളൊന്ന് അവിടെ പോയി കണ്ട് നമ്മളെ അനുഭവം വെച്ച് നമുക്ക് മനസ്സിലാവാനുള്ള ഒന്നാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾ പറഞ്ഞു തന്നാല, ഒരാൾ കാണിച്ചു തന്നാല നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും തോന്നില്ല. പക്ഷേ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എനിക്കറിയത്തില്ല. അത് നമ്മൾ ഒരു വട്ടവും ജസ്റ്റ് ടൂറിന് പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന ടൈമിന് പൈസ ഉള്ളത് കണക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അതുപോലെ ഒന്നാണ് ഇപ്പോൾ മൂന്നാർ. കാരണം എന്തായാലും സർക്കാർ ഫ്രീ ബസ് ഇട്ടേക്കരുത്. നമുക്ക് എന്തായാലും അപ്പോൾ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാം. കാരണം കിട്ടിയ അവസരം മുതലെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും കിട്ടുന്ന അവസരങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ടൂറിന് പോകാനും. അപ്പോൾ നമ്മൾ എന്തോന്നു ഭയങ്കരമായിട്ട് എന്തോ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. എനിക്ക് സത്യത്തിൽ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ടൂറിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമുക്ക് 45 അമ്പൂട്ടിന് 45 ദിവസമുള്ള സമയത്ത് നമ്മൾ കറങ്ങാനായിട്ട് പോയത്. കാരണം എന്ന് വെച്ചാൽ ഇത്ര കുഞ്ഞിലേ പോകണമായിരുന്നാ വേണ്ട, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് പലതും ചോദിക്കാം. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് അതായത് അമ്പൂട്ടന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണ്ടെന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവന് മാത്രമായിട്ട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കും എന്നുള്ളൊരു അത് ഇനി എത്ര, അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള എല്ലാ അമ്മമാരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യമാണ്. നമുക്കൊരിക്കലും എൻ്റെ കുഞ്ഞ് വലുതാവട്ടെ, എൻ്റെ കുഞ്ഞ് വലുതായ ശേഷം ഞാൻ പോവാം എന്ന് കരുതി കഴിഞ്ഞാൽ അവൻ വലുതായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു കാര്യത്തിന് ഒരിക്കലും വരില്ല. പക്ഷേ അവനും വേണം, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം മാറ്റിയിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കത്തില്ല. നമ്മളായിട്ട് നമുക്ക് സമയം കണ്ടുപിടിക്കണം. അതിലൊന്നാണ് ഇത് കേട്ടോ. സത്യത്തിൽ എനിക്കിങ്ങനെ കറങ്ങാൻ പോകുന്നുള്ള ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്നാ ചോദിക്കുന്നത്, അധികം അങ്ങനെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. അധികം ഞാൻ വലുതായിട്ട് എങ്ങും പോയിട്ടില്ല. പക്ഷേ പോകുന്ന സമയം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യും കേട്ടോ. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഈ ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വൈഫിനെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ട് പോകുന്ന ഭയങ്കര ഒരു വലിയ സംഭവമായിരിക്കും. കാരണം ഒരിക്കലും നിങ്ങളാരും വിചാരിക്കണക്ക് ഒരു ചെറിയ ഒരു അനുഭവം അല്ല പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. എനിക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ്. അത് പുറമേ നിന്ന് കണ്ടെടുക്കുക, പ്രസവം എന്താ അവള് പോയി പ്രസവിച്ചിട്ട് വന്നു ഇങ്ങനെ തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ തന്നെ അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനോ അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ
ഫുൾ ടൈം ഇപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫുൾ ടൈം ഞാൻ അമ്പൂട്ടൻ്റെ പിറകെ തന്നെ നടക്കുകയാണ്. കാരണം എന്ത് ചെയ്യണമെങ്കിലും അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണം. അമ്പൂട്ടൻ വേണം, എനിക്ക് അമ്പൂട്ടൻ്റെ ഒറ്റ കാര്യം മാത്രമേ എനിക്കിപ്പോൾ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാരും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ കൂടി ഇങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഈ ടൂറിന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് തന്നെ. എനിക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇതിനായിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ ഓരോ പെണ്ണിനും വേണ്ടത്. സംസാരിച്ച് വിഷയത്തിൽ നിന്നും തെന്നി മാറിക്കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ എന്തായാലും സംസാരിച്ച് നമ്മളിതാ ചിന്നാർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് സാധാരണ പുറത്തുനിന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ആണെങ്കിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മറയൂരുന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെക്കിംഗ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും തമിഴ്നാട് കേരള ബോർഡറിലെത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഇപ്പുറം കേരളവും അപ്പുറം തമിഴ്നാടുമാണ് കേട്ടോ. അങ്ങനെ തമിഴ്നാട് നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെക്ക് പോസ്റ്റിൽ പോയി ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ തിരക്കുകയാണ്. ആ കാണിച്ച വഴിയാണ് നമുക്ക് ചിന്നാറിലോട്ട് പോകാനുള്ളത്. അവിടെ പോയി ജസ്റ്റ് ചോദിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ആണ് പറഞ്ഞതെന്ന് അവർ തന്നെ പറഞ്ഞേരെ. ചെറിയ പെരിയ പറ സ്ഥലത്തിന്റെ പേര് നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് ഒന്ന് പറ. എന്തൊരു ചെറിയാറെന്നാ കണ്ടല്ലേ? സോറി ചിന്നാർ. അമ്പലത്തിൽ ഉത്സവം വരുമെന്ന് നാളെ. അപ്പൊ നാളെ വേണമെങ്കിൽ ചേരണം, അല്ലാതെ പെൺപുളിയാണെങ്കിൽ നിന്നെ സുട്ടനെ കൊണ്ടുപോകും. നാളെ വേണമെങ്കിൽ തിരുമ്പി പോകുക. നാളെ എവിടെ പോകണം? അപ്പൊ എന്തിനാ തിരുമ്പി പോകുക. നാളെ നമ്മള് പോവില്ലേ? മര്യാദ ഈ പോക്ക് അങ്ങോട്ട് പോവായിരുന്നെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിലെങ്കിലും പോയി കുളിക്കായിരുന്നു. എല്ലാവരും കുണ്ടിയും ചേർത്തി വന്നു. നമ്മുടെ ഇടയിൽ പോയാ അയപ്പുറകിൽ വരാൻ നാളെ വെക്കാം. നിങ്ങൾ തിരുമ്പി പൊക്കോ, ഞങ്ങള് പുറകെ വന്നോളാം. കേട്ടാ? ഞങ്ങള് പുറകെ വന്നോളാം. അവിടെ പോയിട്ട് തിരിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായില്ലേ? പോയതൊന്നും നടന്നില്ല കേട്ടോ. വന്നതുപോലെ നമ്മൾ തിരിച്ചു പോവാണ്. കാരണം അവിടെ പുലിയും ആനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തില്ല. നാളെ അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് അവരെ കൂടെ വേണമെങ്കിൽ കയറ്റി വിടാം. ഇതേ സമയത്ത് നാളെ ചെന്നാൽ മതി എന്നാണ് കേട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇതേ സമയത്ത് നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇതുവഴി തന്നെ നേരെ നമ്മൾ ഉടുമല പോവും. കാരണം നമ്മൾ നാളെ ട്രെയിനിൽ കയറി നേരെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്ലാനെല്ലാം എന്താ ഇവിടെ വെച്ച് ഫ്ലോപ്പായി പോയി. കുഴപ്പമില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോവാം എന്നുള്ളൊരു പ്ലാനിങ് പോവായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് വേറെ എന്തോ ഒരു കാര്യം കാരണം ചേട്ടായിക്ക് പോകണം. ഇപ്പം ഈ കാണിച്ചു തരുന്ന വഴിയിൽ ഇതുവഴി ഒരു ഊരുണ്ട് കേട്ടോ. അതായത് ഈ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുവഴി നമ്മൾ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ ജസ്റ്റ് ഒരു ചെറിയ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല കേട്ടോ. അവിടെയാണ് ഈ ആനയുടെയൊക്കെ കൂടെ കിടന്ന് കളിക്കുന്നവരെയൊക്കെ വീഡിയോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വൈറലായിരുന്നു. ആ ഏരിയയിലാണ് കേട്ടോ. അവിടെ ആനയുടെയൊക്കെ കൂടെ ഈ ആദിവാസി കുട്ടികളൊക്കെ കിടന്ന് കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ചാമ്മയും മോനും കൂടെ നല്ല ഉറക്കമായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. നേരെ വീട്ടിൽ ചെന്നാൽ നല്ല അടിപൊളി എന്തെങ്കിലും ഫുഡ് കഴിക്കണം, നേരെ കിടന്ന് ഉറങ്ങണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ആയിട്ടാണ് കേട്ടോ നേരെ തിരിച്ചു പോകുന്നത്. അങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. അവിടെ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ എനിക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ സൈഡിൽ ഇപ്പുറ സൈഡ് കാറിലാണ് ഉള്ളത്. എന്നാലും എത്തിയല്ല എങ്ങനെയും ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ഇതുവഴിയല്ല കുറച്ച് ഓഫ് റോഡാണ്. അപ്പം ജീപ്പിൽ മാത്രമേ നമുക്ക് പോകത്തുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ വേറൊരു സ്ഥലത്ത് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ചേട്ടായിക്ക് വേറെ പരിപാടി ഉള്ളത്. അതുകൊണ്ട് ഇന്ന് അത് ക്യാൻസൽ ചെയ്ത് എന്തായാലും അമ്മയും ചേച്ചിയും കൂടി സ്കൂട്ടിയിലായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. നമ്മൾ കാറിലുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അതായത് തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ഒരു കാറിൽ എനിക്കൊന്ന് കുറേ പയ്യന്മാരായിരുന്നു. അവരെല്ലാവരും പിടിച്ചു നിർത്തിയിട്ട്
ഫുള്ള് ചെക്കിങ്ങും ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയി, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. നമുക്ക് ചെക്കിങ്ങൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോഴേ നമ്മുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. കാരണം നമ്മൾ കാറിൽ ഓൾറെഡി നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓടിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അത് മാത്രമല്ല മറയൊരു വണ്ടി എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മളെ കടത്തി വിടാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് വീണ്ടും. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും ചെയ്തേക്ക്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ.